54ാമത് സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരങ്ങൾ പ്രഖ്യാപിച്ചു. മികച്ച നടൻ, സംവിധായകൻ ഉൾപ്പെടെ 9 പുരസ്കാരങ്ങൾ ആടുജീവിതം വാരിക്കൂട്ടി. മികച്ച നടിക്കുള്ള പുരസ്കാരം ഉർവശിയും ബീന ആർ ചന്ദ്രനും പങ്കിട്ടു. ഒരു മാസം നീണ്ടുനിന്ന വിശകലനങ്ങൾക്ക് ശേഷമാണ് പുരസ്കാരങ്ങൾ പ്രഖ്യാപിച്ചത്. ശാലിനി ചേരുന്നുണ്ട് വിവരങ്ങളുമായി. ശാലിനി, ഈ സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് നമുക്ക് ലഭിക്കുന്ന വിവരങ്ങൾ എന്തൊക്കെയാണ്? നമ്മൾ ദേശീയ ചലച്ചിത്ര അവാർഡുകളെ കുറിച്ച് പറഞ്ഞതുപോലെ തന്നെ ഇത് അർഹിക്കുന്ന പുരസ്കാരങ്ങൾ തന്നെയാണ് ലഭിച്ചിട്ടുള്ളത്. വിവരങ്ങൾ എന്തൊക്കെയാണ്? ലക്ഷ്മി സൂചിപ്പിച്ചതുപോലെ തന്നെ ഒരു മാസം നീണ്ടു നിന്ന വിശകലനങ്ങൾ, സ്ക്രീനിങ്ങുകൾ ഇതെല്ലാം പൂർത്തിയാക്കിയാണ് അന്തിമ ജൂറി 38 ചിത്രങ്ങളിൽ നിന്ന് മികച്ച നടനെയും നടിയെയും ഉൾപ്പെടെയുള്ള പുരസ്കാരങ്ങൾ പ്രഖ്യാപിച്ചിട്ടുള്ളത്. 160 ചിത്രങ്ങളായിരുന്നു ആദ്യഘട്ടങ്ങളിൽ എത്തിയത്. അതിൽ നിന്ന് അന്തിമ പട്ടികയിലേക്ക് 38 ചിത്രങ്ങൾ എത്തുന്നു. അതിൽ നിന്ന് 9 പുരസ്കാരങ്ങൾ ഉൾപ്പെടെ ആടുജീവിതത്തിനാണ് ഒരുപക്ഷെ ഏറ്റവും കൂടുതൽ പുരസ്കാരങ്ങൾ നേടിയിട്ടുള്ളത്. മികച്ച നടനായി ആടുജീവിതത്തിലെ നജീബിനെ അഭിനയത്തിലൂടെ ജീവിപ്പിച്ച നടൻ പൃഥ്വിരാജാണ് മികച്ച നടൻ. ഒപ്പം തന്നെ ബ്ലസി മികച്ച തിരക്കഥ സംവിധായകനായി തിരക്കഥയ്ക്കും ഒപ്പം തന്നെ മേക്കപ്പിനും മികച്ച ക്യാമറയ്ക്കും ഒക്കെയുള്ള പുരസ്കാരം ആടുജീവിതമാണ് സ്വന്തമാക്കിയിട്ടുള്ളത്. കാതൽ ദി കോറാണ് ഏറ്റവും മികച്ച ചിത്രമായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടിട്ടുള്ളത്. ആ മികച്ച ചിത്രത്തിന് അല്ലെങ്കിൽ ആ ഒരു ചിത്രത്തിന് അഭിനയത്തിന് വലിയ രീതിയിലുള്ള പ്രേക്ഷക പ്രീതി കൂടി ലഭ്യമായിട്ടുണ്ട്. സീനിയർ താരങ്ങളും ജൂനിയർ താരങ്ങളും തമ്മിലുള്ള മികച്ച ഒരു മത്സരം കൂടിയായിരുന്നു 54ാമത് സംസ്ഥാന ചലച്ചിത്ര പുരസ്കാര ജൂറി പ്രഖ്യാപനത്തിൽ കണ്ടിട്ടുള്ളത്. അതിൽ മികച്ച സിനിമ ജിയോ ബേബി സംവിധാനം ചെയ്ത് മമ്മൂട്ടി നായകനായ കാതൽ ദി കോറാണ്. മികച്ച രണ്ടാമത്തെ ചിത്രം രോഹിത് NG കൃഷ്ണൻ സംവിധാനം ചെയ്ത ഇരട്ടയാണ്. ഇരട്ടയ്ക്ക് 3 പുരസ്കാരങ്ങളാണ് സ്വന്തമാക്കിയിട്ടുള്ളത്. ഗഗനചാരി എന്ന ചിത്രത്തിനാണ് പ്രത്യേക ജൂറി പരാമർശം ലഭ്യമായിട്ടുള്ളത്. ഉള്ളൊഴുക്കിലെ അഭിനയത്തിന് 6ാം തവണ സംസ്ഥാന പുരസ്കാരം ഉർവശിയെ തേടി എത്തിയിരിക്കുകയാണ്. മികച്ച നടിയായി ഉർവശിക്കൊപ്പം അവാർഡ് ഇട്ടിട്ടുള്ളത് ബീന ആർ ചന്ദ്രനാണ്. തടവ് എന്ന ചിത്രത്തിനാണ് ബീന ആർ ചന്ദ്രനെ ഇത്തരത്തിലൊരു പുരസ്കാരത്തിന് ജേതാവാക്കിയിട്ടുള്ളത്. അതോടൊപ്പം തന്നെ മികച്ച നവാഗത സംവിധായകനായി ഫാസിൽ റസാഖും തെരഞ്ഞെടുക്കപ്പെട്ടിട്ടുണ്ട്. തടവ് എന്ന ചിത്രം തന്നെയാണ് ഫാസിലിനെയും മികച്ച രണ്ടാമത്തെ സംവിധായകനായി തെരഞ്ഞെടുക്കപ്പെട്ടിട്ടുള്ളത് എന്നുള്ളതാണ് സജി ചെറിയാൻ പ്രഖ്യാപിച്ചിട്ടുള്ള അവാർഡിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നു. ഒപ്പം തന്നെ മികച്ച സംഗീത സംവിധായകനുള്ള പുരസ്കാരം ജസ്റ്റിൻ വർഗീസ് നേടിയപ്പോൾ അതിൽ തന്നെ ഏറ്റവും ശ്രദ്ധ ആകർഷിച്ചത് പശ്ചാത്തല സംഗീതത്തിനുള്ള പുരസ്കാരമാണ്. മാത്യൂസ് പുളിക്കരാണ് ഇത്തവണ 54ാമത് ചലച്ചിത്ര പുരസ്കാരത്തിൽ പശ്ചാത്തല സംഗീതത്തിന് അവാർഡ് നേടിയത്. പിന്നണി ഗായകനായി ആദ്യ സംസ്ഥാന പുരസ്കാരം വിദ്യാധരൻ മാസ്റ്ററേയും തേടി എത്തിയിട്ടുണ്ട് എന്നുള്ള ഒരു അംഗീകാരം കൂടി അല്ലെങ്കിൽ ഒരു അത്തരത്തിലൊരു കാഴ്ചയ്ക്ക് കൂടിയാണ് 54ാമത് ചലച്ചിത്ര പുരസ്കാര പ്രഖ്യാപനം വേദിയായിട്ടുള്ളത്. ദേശീയ പുരസ്കാരം പ്രഖ്യാപിച്ചതുപോലെ തന്നെ ഏറ്റവും മികച്ച കൈകളിലേക്ക് തന്നെ സംസ്ഥാന പുരസ്കാരങ്ങളും എത്തുകയാണ് എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം. എന്തായാലും മികച്ച ചിത്രങ്ങൾ അന്തിമമായി സുധീർ മിശ്ര, മികച്ച സംവിധായകനും ദേശീയ പുരസ്കാര ജേതാവുമായ സുധീർ മിശ്രയുടെ നേതൃത്വത്തിലുള്ള ഫൈനൽ ജൂറിയാണ് തെരഞ്ഞെടുക്കപ്പെട്ടിട്ടുള്ളത്. എന്തായാലും ഉടൻ തന്നെ പുരസ്കാരങ്ങൾ സമ്മാനിക്കാനുള്ള നടപടികൾ ചലച്ചിത്ര അക്കാദമി സംസ്ഥാന സർക്കാരും സ്വീകരിച്ചു വരികയുമാണ്. ലക്ഷ്മി. ശരി, ശാലിനിയാണ് വിവരങ്ങൾ നൽകിയത്.